നമ്മുടെ മക്കൾക്ക് ക്ഷമിക്കാനറിയില്ല. ഇപ്പോഴത്തെ കാലം വലിയ ബുദ്ധിമുട്ടാണ്. തീരെ ക്ഷമയില്ല. ഉമ്മ എന്തെങ്കിലും പറഞ്ഞു, മോൻ പറഞ്ഞതിന് നോ എന്ന് ഉമ്മ പറഞ്ഞാൽ പിന്നെ ഗ്ലാസ് പൊട്ടിച്ചു, പ്ലേറ്റ് പൊട്ടിച്ചു, പിന്നെ ഫോൺ എടുത്തെറിഞ്ഞു. ബഹളം, ആകെ ബഹളം. ഈ കുട്ടികൾക്ക് മാത്രമല്ല, കല്യാണം കഴിച്ചു പോകുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും ഇതുപോലെ പെട്ടെന്ന് ക്ഷുഭിതരാകുന്നുണ്ട്. ഇതൊരു വലിയ അപകടമാണ്. കറ്റാസ്ട്രോഫിക് സിറ്റുവേഷൻ ആണിത്. എങ്ങനെ നിക്കാഹ് ചൊല്ലി അന്തസ്സോടെ മഹർ കൊടുത്ത് നിക്കാഹും കല്യാണമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്ന് 1 മാസം കഴിയുമ്പോൾ കുട്ടി പറയാം, എനിക്ക് ശരിയാവില്ല അവിടെ. എന്ത് മോളെ? എനിക്ക് ശരിയാവൂല. എന്തേ? കാരണം എനിക്കറിയില്ല, എനിക്ക് അവിടെ ജീവിക്കാൻ പറ്റൂല, എനിക്ക് തൊലാഖ് വേണം. പടച്ചോനെ, ഏതെങ്കിലും ഒരു പെൺകുട്ടി ന്യായമായ ശറഅ് പറയുന്ന ഒരു കാരണമില്ലാതെ എനിക്ക് തൊലാഖ് വേണമെന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ പരിമളം അവർക്ക് ഹറാമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കല്യാണത്തിന് മുമ്പ് ഇതൊക്കെ തീരുമാനിക്കാം. നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമോ ഇല്ലേ ഒക്കെ ആലോചിച്ചോളൂ, ചിന്തിച്ചോളൂ, സമയമെടുത്തോളൂ. നിസ്സാര കാരണങ്ങൾക്ക് വേണ്ടി ക്ഷമയില്ലാതെ, സബൂറില്ലാതെ, പരസ്പരം പഴിചാരിയും തെറി പറഞ്ഞും പരിഹസിച്ചും കളിയാക്കിയും ക്ഷമയില്ലാതെ ക്ഷുഭിതരായി പൊട്ടിത്തെറിക്കുന്ന ഒരു യൗവനം, അത് അപകടമാണ്. യാ ബുനയ്യ ഖിമിസ്സലാ വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകർ വസ്ബിർ അലാ മാ അസ്വാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. മോനെ, ക്ഷമിക്കണം. പല്ലുവേദന ഉണ്ട് മക്കൾക്ക്, ആ വേദന നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുമോ? മക്കൾ എന്നെ സഹിക്കണ്ടേ? വസ്ബിർ അലാ മാ അസ്വാബക. മോളെ, പല്ലുവേദന ഉണ്ടല്ലേ, തലവേദന ഉണ്ടല്ലേ, ബാക്ക് പെയിൻ ഉണ്ടല്ലേ, ക്ഷമിക്കും മോളെ, ക്ഷമിക്ക്, സാരല്ല, അള്ളാഹു ക്ഷമ തരട്ടെ, അള്ളാഹു വേദനക്ക് കൂലി തരും മോനെ. അല്ലെങ്കിൽ മോളെ, നീ വിഷമിക്കല്ല. വസ്ബിർ അലാ മാ അസ്വാബക. രോഗം വരും, പരീക്ഷണങ്ങൾ വരും, സമ്പത്തില്ലായ്മ സംഭവിക്കും, വാപ്പയുടെ കച്ചവടം തകർന്നടിയും, ഭർത്താവിന്റെ ജോലി നഷ്ടപ്പെട്ടേക്കാം, ആരോഗ്യം നഷ്ടപ്പെട്ടേക്കാം. വസ്ബിർ അലാ മാ അസ്വാബക. നിനക്ക് സംഭവിക്കുന്നത് നീ സഹിച്ചേ പറ്റൂ. മക്കളെ, ക്ഷമിക്കണേ. ആര് പറയാ? മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം. എന്തൊക്കെ പറഞ്ഞെന്നറിയൂടെ? യാ ബുനയ്യ അഖിമിസ്സലാ. മോനെ, നിസ്കാരം നിലനിർത്തേണമേ. റമദാൻ കഴിഞ്ഞാൽ നിർത്തി പോകരുത് എന്നർത്ഥം. നിസ്കാരം കണ്ടിന്യൂസ്, കൺസിസ്റ്റന്റ് ആയിട്ട് നിസ്കാരം നിലനിർത്തിക്കൊണ്ടുപോകണം. അഖിമിസ്സലാ വഅ്മുർ ബിൽ മഅറൂഫ്. എല്ലാവരോടും നന്മ ചെയ്യാൻ പറയണേ. വൻഹ അനിൽ മുൻകർ. തിന്മകൾ ചെയ്യരുതേ എന്ന് പറയണേ. വസ്ബിർ അലാ മാ അസ്വാബക. മോനെ, നിനക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ നീ ക്ഷമിക്കണമേ. ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. ഇത് നീ ചെയ്യുന്ന ഏറ്റവും യുക്തമായ, ശക്തമായ നിന്റെ തീരുമാനമാണ്. നിന്റെ ജീവിതത്തിന്റെ നിർണായകമായ സംഭവം നീ ക്ഷമിക്കുന്നതാണ്. വസ്ബിർ അലാ മാ അസ്വാബക. فأما من طغى وآثر الحياة الدنيا فإن الجحيم هي المأوى وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. മനുഷ്യൻ നിരന്തരമായി വികാരങ്ങൾക്ക്, വൈകാരികമായ ചിന്തകൾക്ക്, പലതരത്തിലുള്ള വിക്ഷോഭങ്ങൾക്ക് മനുഷ്യൻ വിധേയനായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മൾ കാണുന്നത്, നമ്മൾ കേൾക്കുന്നത്, നമ്മുടെ ശരീരത്തിലുള്ള അല്ലാഹു സൃഷ്ടിച്ച ഹോർമോണുകൾ അതതിന്റെ പ്രവർത്തനങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കും. പക്ഷെ നമ്മളതിന് അടിമപ്പെടരുത് എന്ന് ഖുർആൻ പറയാണ്. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ സംരക്ഷിച്ചേ പറ്റൂ, അതിനെ സുരക്ഷിതമാക്കി വെച്ചേ പറ്റൂ. അല്ലാഹുവിന്റെ നിയമങ്ങളെ മറികടക്കുന്നവർ, അത് മദ്യപാനവും വ്യഭിചാരവും മയക്കുമരുന്നും ലഹരിയും എന്തോ ആകട്ടെ, അല്ലാഹുവിന്റെ നിയമങ്ങളെ ട്രസ്പാസ് ചെയ്യുന്നവർ, മറികടക്കുന്നവർ, ഈ ലോകത്ത് ഞങ്ങൾക്ക് അടിച്ചു പൊളിക്കണം. ഇന്നത്തെ ന്യൂ ജനറേഷൻ ട്രെൻഡ് അതാണ്. ഞങ്ങൾക്ക് എൻജോയ് ചെയ്യണം. അതിന് ഉസ്താദ്മാര് തടസ്സം നിൽക്കരുത്. അതിന് ബാക്കിയുള്ളവർ ഞങ്ങളെപ്പറ്റി ഒന്നും പറയണ്ട, ഞങ്ങളോട് ആരും ഉപദേശിക്കാനും വരണ്ട, ഞങ്ങൾ അടിച്ചു പൊളിക്കാൻ പോവാ. അന്നേരം മക്കളെ, ആരോഗ്യം തീരും, യൗവനം അവസാനിക്കും,
നിങ്ങളുടെ ഭംഗിയും നിങ്ങളുടെ ശരീരത്തിൻ്റെ പുഷ്ടിയും ഇതൊക്കെ മങ്ങും. ഇതിനൊക്കെ തളർച്ച വരും. ഇത് കഴിഞ്ഞ് നിങ്ങളെ മണ്ണിൽ കൊണ്ടുപോയി വെക്കും. ഒരു പരലോകമുണ്ട്, ഒരു വിചാരണ നാളുണ്ട്. ഇത് ചിന്തിക്കണേ എന്ന് മക്കളോട് പറയാൻ ആരുണ്ട്? പറഞ്ഞാൽ കേൾക്കാൻ എത്ര പേരുണ്ട്? വിശുദ്ധ ഖുർആൻ അതിന്റെ ദൗത്യം നിർവഹിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഖുർആൻ ഇത് പറയാം, മനുഷ്യൻ സ്രഷ്ടാവിന്റെ നിയമങ്ങളെ മറികടക്കുകയും മരണത്തിന് മുമ്പുള്ള ഈ ജീവിതം മറ്റെല്ലാറ്റിനേക്കാളും വലുത് ഇതാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്താൽ, പാരത്രിക ലോകം അതുണ്ടോ ഇല്ലെന്ന് ആർക്കറിയാം, അങ്ങനെ പറയുന്ന ഒരു വിഭാഗം നരകത്തിലേക്ക് പോകും. കാരണം എന്തേ? ഈമാൻ കാര്യങ്ങളിൽപ്പെട്ട അഞ്ചാമത്തേതാണ് ആഖിറത്തെ കുറിച്ചുള്ള വിശ്വാസം. അതില്ലേ ഇസ്ലാമിന്റെ ബൗണ്ടറിക്ക് പുറത്തു പോകും. പരലോകം നിഷേധിച്ചവരെ കുറിച്ചല്ല ഖുർആൻ പറയുന്നത്, പരലോകത്തെക്കാളും ഏറ്റവും ആവശ്യം ഈ ലോകമാണ് എന്ന് ചിന്തിക്കുന്നവർ. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ ഫഇന്നൽ ജഹീമ ഹിയൽ മഅ്വാ, നരകമാണ് അവരുടെ സങ്കേതം. അവരെത്തിച്ചേർന്ന് അവസാനിക്കാത്തൊരു ലോകം അവർ ചെലവഴിക്കുന്നത് തീജ്വാലകളിലാണ്. അല്ലാഹുവേ കാത്തുരക്ഷിക്കണേ റബ്ബേ. നേരെ മറിച്ച് പുറത്ത് അള്ളാഹുവിന്റെ സ്ഥാനം, അള്ളാഹുവിന്റെ മഹത്വം എത്രയാണെന്ന് ആലോചിച്ച് ആരാണോ പേടിക്കുന്നത്, ആരാണോ ഭയപ്പെട്ടത്, ശരീരം ആഗ്രഹിക്കുന്ന തിന്മകൾ എന്തോ ആ തിന്മകളിലേക്ക് പോകാതെ ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞ് സ്വന്തം ശരീരത്തെ പിടിച്ചു വെച്ചവരാരോ. വിദ്യാർത്ഥിനികളെ, ഇത് എളുപ്പമല്ല. നിങ്ങളുടെ ക്ലാസ്മേറ്റുകൾ മുഴുവൻ തിന്മകളിലേക്ക് പോകുമ്പോ ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞു മാറി നിൽക്കണമെങ്കിൽ കടുത്ത ഈമാൻ വേണം. അല്ലാഹു നിങ്ങളുടെ കൂടെയുണ്ടാകും. കൂടെയുള്ളവർ ലഹരിക്കടിമയാകുമ്പോ, അവർ ഗേൾ ഫ്രണ്ട്സും ബോയ് ഫ്രണ്ട്സുമായിട്ട് വടിവിട്ട ജീവിതം നയിക്കുമ്പോ എനിക്കത് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹു അനുവദിക്കുന്ന ഒരു കുടുംബ ജീവിതമുണ്ടെങ്കിൽ, ദാമ്പത്യ ജീവിതമുണ്ടെങ്കിൽ എനിക്കതാണ് വേണ്ടത് എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളെ നിയന്ത്രിക്കുകയാണെങ്കിൽ ഇന്നൽ ജന്നത ഹിയൽ മഅ്വാ, അവരെത്തിച്ചേരുന്ന സ്ഥാനം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാൽ നിറക്കപ്പെട്ട, ഒരു കണ്ണും കാണാത്തത്, ഒരു കാതും കേൾക്കാത്തത്, ഒരു മനസ്സുകൊണ്ടും ആർക്കും ചിന്തിക്കാൻ പോലും കഴിയാത്തതുമായ അനന്തമായ ആനന്ദങ്ങളുടെ സാധ്യതയുള്ള എല്ലാ നിഅമത്തുകളും നിറഞ്ഞു കിടക്കുന്ന സ്വർഗമാണ് ഇത്തരം ആളുകളെ കാത്തിരിക്കുന്നത്, സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കുന്നവർക്ക്. അതുകൊണ്ട് ബാദിറൂ ബിൽ അഅമാൽ, നിങ്ങൾ കർമ്മങ്ങൾ ചെയ്ത് മുന്നേറണമേ. ദാരിദ്ര്യമാണോ നിങ്ങൾ ഇനി കാത്തിരിക്കുന്നത്? ഈ സമ്പൽ സമൃദ്ധി നഷ്ടപ്പെട്ട് ദാരിദ്ര്യം വരില്ലയോ? ബാദിറൂ ബിൽ അഅമാൽ, നിങ്ങളുടെ അമലുകൾ കൊണ്ട്, അധ്വാനം കൊണ്ട് മുന്നോട്ട് പോവണേ. ഇന്ന് ഖുർആൻ ഓതാൻ പറ്റുന്ന പോലെ നാളെ പറ്റിക്കൊള്ളണമെന്നില്ല. ഇന്ന് നിങ്ങൾക്ക് ഉംറ ചെയ്യാൻ പറ്റുന്ന പോലെ നാളെ പറ്റിക്കൊള്ളണമെന്നില്ല. ഹജ്ജ് സാധിക്കുന്ന പോലെ നാളെ സാധിക്കണമെന്നില്ല. ഇന്ന് നോമ്പെടുക്കാൻ കഴിയുന്ന പോലെ ഇനി ഒരു ഡയബറ്റിക് പേഷ്യന്റായി മാറിയാൽ സുന്നത്ത് നോമ്പെടുക്കാൻ പോലും നിങ്ങൾക്ക് കഴിയാതെ വരും. അതുകൊണ്ട് ബാദിറൂ ബിൽ അഅമാൽ, അമലുകൾ പറ്റുന്നത്ര കൂടുതൽ ചെയ്തോളൂ. നിങ്ങൾ ദാരിദ്ര്യമാണോ കാത്തിരിക്കുന്നത്? അസുഖമാണോ കാത്തിരിക്കുന്നത്? നിങ്ങൾ ജോലി തിരക്കിലായി പോകുന്നതാണോ കാത്തിരിക്കുന്നത്? വാർദ്ധക്യമാണോ കാത്തിരിക്കുന്നത്? മരണമാണോ കാത്തിരിക്കുന്നത്? അവിദ്ദജ്ജാൽ, അതല്ല നാളെ പരീക്ഷണമായി വരുന്ന മസീഹുദ്ദജ്ജാലിനെയാണോ കാത്തിരിക്കുന്നത്? അതല്ല നിങ്ങൾ ലോകാവസാനം എത്തട്ടെ എന്നാണോ കാത്തിരിക്കുന്നത്? നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും ഭയാനകമാണ്, അതിഭീകരമാണ് അന്ത്യനാളെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലാ തഹിനൂ ഫി ഇബ്തിഗാഇൽ ഖൗം, അതുകൊണ്ട് നിങ്ങളാരും നിരാശപ്പെടരുത്. ലിഖൈലാ തഅസൗ അലാ മാ ഫാതകും, നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ച് സങ്കടപ്പെടരുത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു
രാത്രിയുടെ ബഹുഭൂരിഭാഗം വരുന്ന സമയം അല്ലാഹുവിന് വേണ്ടി ഇബാദത്തിൽ നിന്ന് നിസ്കരിക്കുകയും ഖുർആൻ ഓതുകയും ചെയ്തിരുന്ന മഹാനെ കുറിച്ച് സൂറത്തു സുമറിൽ വിശുദ്ധ ഖുർആന്റെ ഒരു പരാമർശമുണ്ട് ഉസ്മാൻ തങ്ങളെ കുറിച്ച്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അൽ-ലൈലി സാജിദൻ വഖായിമാ يحذر الآخرة ويرجو رحمة ربه قل هل يستوي الذين يعلمون والذين لا يعلمون. രാത്രികാലങ്ങളിൽ സുജൂദ് ചെയ്തുകൊണ്ടും നിന്നുകൊണ്ടും രാത്രിയുടെ ബഹുഭൂരിഭാഗം സമയം അല്ലാഹുവിന്റെ ചിന്തയിൽ കഴിച്ചുകൂട്ടുന്ന സാത്വികനായ ഒരു മനുഷ്യനും അള്ളാഹുവിനെ പേടിക്കുകയും അള്ളാഹുവിന്റെ ആഖിറത്തെ ഭയപ്പെടുകയും അവന്റെ റഹ്മത്ത് കൊതിക്കുകയും ചെയ്യുന്ന രാത്രികാലങ്ങളിൽ അള്ളാഹ്ക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്ന ഒരാളും തിന്മയിൽ സമയം കളയുന്ന ഒരാളും ഒരുപോലെയാണോ? ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ. ശരിയായ അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയാണോ? ഈ ആയത്ത് സ്വഹാബിമാര് പറയും ഇത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇറങ്ങിയ ആയത്താണിത്. ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ ലാ യസ്തവിൽ ഖാഇദൂന മിനൽ മുഅ്മിനീൻ. സത്യവിശ്വാസികളിൽ ഒരു ധർമ്മസമരമുണ്ടാകുമ്പോൾ ഹബീബിന്റെ കൂടെ പോയിരുന്ന ആളുകളും ഹബീബിന്റെ കൂടെ പോകാതെ എക്സ്ക്യൂസ് പറഞ്ഞ് വീട്ടിലിരുന്നവരും രണ്ട് വിഭാഗമുണ്ടായിരുന്നു. അവരെ കുറിച്ച് ആയത്തിറങ്ങി. ലാ യസ്തവിൽ ഖാഇദൂന മിനൽ മുഅ്മിനീൻ വൽ മുജാഹിദൂന ഫീ സബീലില്ലാഹ്. ആയത്ത് ഇപ്പൊ അങ്ങനെയല്ല കേട്ടോ, അതിന്റെ ഇടക്ക് രണ്ട് വാക്കുകളുണ്ട്. പക്ഷെ ആയത്തിറങ്ങിയത് ആദ്യം അങ്ങനെയായിരുന്നു. വീട്ടിലിരിക്കുന്നവരും ഹബീബിന്റെ കൂടെ പോയവരും ഒരുപോലെയാണോ? ഹബീബിന്റെ കൂടെ ധർമ്മസമരത്തിനിറങ്ങിയവരും വീട്ടിൽ കുത്തിയിരിക്കുന്നവരും ഒരുപോലെയാണോ എന്ന് ആയത്തിറങ്ങിയപ്പോ കാലുകൊണ്ട് നടക്കാൻ പറ്റാത്ത അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ, കണ്ണിന്റെ കാഴ്ചയില്ലാതിരുന്ന അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹുവിനെ പോലെ കണ്ണ് കാണാത്തവര്, പൊന്നാര നബിയേ ഞങ്ങളും അങ്ങയുടെ കൂടെ വരുന്നവരും ഒരുപോലെയല്ല എന്ന് ഖുർആൻ പറയുമ്പോ ഞങ്ങൾ എന്ത് കുറ്റത്തിന് വേണ്ടിയാ നബിയെ ഈ ആക്ഷേപം അർഹിക്കുന്നത്? ഞങ്ങൾക്ക് പറ്റാത്തത് കൊണ്ടല്ലേ ഞങ്ങൾ വീട്ടിലിരിക്കുന്നത്? ഞങ്ങളെ കൊണ്ട് ആവുന്നില്ലല്ലോ നബി യാത്ര ചെയ്യാൻ, ഞാൻ കണ്ണു കാണാത്തവരല്ലേ എന്ന് ഹബീബിനോട് പറയേണ്ട താമസം ആയത്തിറങ്ങി. സൂറത്തുൻ നിസായിലെ 95-ാമത്തെ ആയത്തിനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് രണ്ട് വാക്കുകൾ കൂടെ ഏറെയാണ് പിന്നെ ഇറക്കുന്നത്. ലാ യസ്തവിൽ ഖാഇദൂന മിനൽ മുഅ്മിനീന ഗൈറു ഉലിൽ ളറരി വൽ മുജാഹിദൂന ഫീ സബീലില്ലാഹ്. ന്യായമായ കാരണങ്ങളില്ലാതെ ഇരിക്കുന്നവരെ. അപ്പൊ കാരണത്തോടുകൂടെ ഒരു കാരണമുണ്ട്, പള്ളിക്ക് പോകാൻ പറ്റൂല, അദ്ദേഹത്തിന് കാലിന് വിഷമുണ്ട്, ആരോഗ്യ പ്രശ്നമുണ്ട്, ബാക്ക് പെയിൻ ഉണ്ട്, എന്തെങ്കിലും അസുഖമുണ്ട്, അങ്ങനത്തെവരും നബിയോടുകൂടെ ത്യാഗം ചെയ്യുന്നവരും ഒരുപോലെ തന്നെയാണ്. എന്നാൽ കാര്യമായ ഒരു ന്യായമായി പറയാവുന്ന ഒരു എക്സ്ക്യൂസും ഇല്ലാതെ വെറുതെ ഇരിക്കുന്ന ആളുകൾ ഒരുപോലെയാണോ? ഹബീബിന്റെ കൂടെ ത്യാഗം ചെയ്യുന്നവരും ഒരുപോലെയാണോ? ഒരിക്കലും ഒരുപോലെയല്ല. ഫളലല്ലാഹുൽ മുജാഹിദീന അലൽ ഖാഇദീന അജ്റൻ അളീമാ. ഹബീബിന്റെ കൂടെ ത്യാഗം ചെയ്യുന്നവർക്ക് ഇരിക്കുന്നവരെക്കാൾ, വെറുതെ ഇരിക്കുന്നവരെക്കാൾ അജ്റൻ അളീമാ, മഹത്തായ പ്രതിഫലം അല്ലാഹു ഏറെ കൊടുക്കും. ദറജാതിൻ മിൻഹു വമഗ്ഫിറ. ഒരുപാട് സ്ഥാനമാണ് ത്യാഗം ചെയ്യുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്നത്. അത് നിയമപാലകന്മാരാകാം, ഡോക്ടർമാരാകാം, നഴ്സുമാരാകാം, പഠിക്കുന്ന വിദ്യാർത്ഥിനികളാകാം. അവർ ചെയ്യുന്ന ത്യാഗം, അവരുടെ യാത്ര, അവരുടെ പഠനം, അവരുടെ ഹോസ്റ്റലിലെ ബുദ്ധിമുട്ടുകള്, ഭക്ഷണത്തിലെ ബുദ്ധിമുട്ടുകള്, ഇതെല്ലാം അവർ ചെയ്യുന്നത് ഇൽമ പഠിക്കാനാണെങ്കിൽ, ത്യാഗം ചെയ്യുന്നത് അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയാണെങ്കിൽ, അറിവ് അള്ളാഹുവിന് ഇഷ്ടമാണ്, വായിക്കണേ ഓതണേ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ മതമാണ് ഇസ്ലാം, ഹബീബിന്റെ ഖുർആൻ അല്ലേ. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അതുകൊണ്ട് പഠനത്തിന്റെ വഴിയിൽ വരുന്ന ഏത് ത്യാഗവും അള്ളാഹു ഇഷ്ടപ്പെടുന്ന ത്യാഗമാണ്.
ഫളലല്ലാഹുൽ മുജാഹിദീന അലൽ ഖാഇദീന അജ്റൻ അളീമാ ദറജാതിൻ മിൻഹു വമഗ്ഫിറതൻ വറഹ്മ വകാന അല്ലാഹു ഗഫൂറർ റഹീമാ. അല്ലാഹു വലിയ കാരുണ്യവും പ്രതിഫലവും അല്ലാഹുവിന് വേണ്ടി ത്യാഗം ചെയ്യുന്നവർക്ക് അല്ലാഹു നൽകും. ഇവിടെ സഹചാരിക്ക് ഇവിടെ പ്രവർത്തകര്, അതല്ലെങ്കിൽ ഏതെങ്കിലും ചാരിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവര്, പാലിയേറ്റീവ് ഒക്കെ നമ്മൾ പറയുമ്പോഴേ അത് നിസ്സാരമല്ല. നമ്മുടെ നാടുകളിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന പാവപ്പെട്ടവരും അല്ലാത്തവരുമായ രോഗികൾ, ഡോക്ടർമാർക്കിന് മരുന്ന് കൊടുക്കാനില്ല, വേദന സംഹാരിന് ഒന്നും നൽകാനില്ല, വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ, ഇനി നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, വെറുതെ ഒരു രോഗിക്ക് വേണ്ടി ഒരു കട്ടിൽ ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ട് എന്ത് കാര്യം, വേറെ ആർക്കെങ്കിലും വന്ന് ചികിത്സിച്ചുകൂടെ, അതുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞ് വേദനക്ക് പോലും കാര്യമായൊരു സംഹാരിയും ഏൽക്കാതെ വേദനക്ക് ശമനം വരാതിരിക്കുന്ന രോഗികളുണ്ട്. അല്ലാഹുവേ, ഞങ്ങളുടെ രോഗികൾക്ക് ശിഫ കൊടുക്കണേ അല്ലാ. അല്ലാഹുവിന്റെ രോഗങ്ങൾക്ക് ശിഫ കൊടുക്കണേ റബ്ബേ. മാരകങ്ങളായ വേദന സഹിക്കാൻ പറ്റാത്ത അസുഖങ്ങളെ കൊണ്ട് പരീക്ഷിക്കരുതേ റബ്ബേ. അല്ലാഹുവേ, ആ രോഗികളെ സംരക്ഷിക്കുന്ന, അവർക്ക് വേണ്ടി ഉറക്കൊഴിക്കുന്ന ആ രോഗികളെ ബാത്റൂമിലേക്ക് കൊണ്ടുപോകാൻ, ആശുപത്രിയിലേക്ക് എടുക്കാൻ, ചികിത്സ മരുന്ന് കൊടുക്കാനൊക്കെ സഹായിക്കുന്ന എത്രയോ ആളുകൾ. അല്ലാഹുവേ, അല്ലാഹുവേ, നിന്റെ റഹ്മത്തും നിന്റെ മഗ്ഫിറത്തും ദറജാതിൻ മിൻഹു വമഗ്ഫിറതൻ വറഹ്മ, ഈ എല്ലാ മഹത്വവും രോഗികളെ സംരക്ഷിക്കുന്നവർക്ക്, അവരെ ശുശ്രൂഷിക്കുന്നവർക്കും നീ നൽകണമേ റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങൾക്ക് ലഭിച്ച കാശോ സമ്പാദ്യമോ ആരോഗ്യമോ സൗന്ദര്യമോ ഇത് വെച്ചുകൊണ്ട് നിങ്ങൾ അഹങ്കരിക്കല്ലേ, അഹങ്കാരം ചെയ്യല്ലേ, ആളുകളോട് മേന്മ പറയരുതേ, നിന്നെക്കാളും ഞാൻ മെച്ചമാണ് എന്ന് പറയല്ലേ, നീ എന്നെക്കാളും താഴെയാണ് എന്ന് ആരോടും ആരെക്കുറിച്ചും ചിന്തിക്കല്ലേ. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. അഹങ്കാരം നടിച്ച് മേന്മ പറയുന്ന അഹങ്കാരികളായ ഒരാളെയും അല്ലാഹുവിന് ഒരിക്കലും ഇഷ്ടമല്ല. അതുകൊണ്ട് ഒരു നല്ല നാളേക്ക് വേണ്ടി, എന്റെ അടുത്ത നിമിഷം മുതൽ ഞാൻ നല്ല ഒരാളായി മാറാൻ പോകുന്നു എന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ തീരുമാനമെടുക്കിൻ. അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ വാക്ക് കൊടുക്കണമേ. നിങ്ങൾക്ക് വിജയത്തിന്റെ വഴി അള്ളാഹു തുറന്നു തരും. ന്യായമായും എല്ലാ നന്മകളും എല്ലാ നല്ല കാര്യങ്ങളും അതിനുവേണ്ടി ജീവിക്കണം, അതായിരിക്കണം ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് ചിന്തിക്കുന്നവനാണ് മുഅ്മിൻ. അതുകൊണ്ടാണ് വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ ഫഉലൈക കാന സഅയുഹും മഷ്കൂറാ. മടി തോന്നുകയാണെങ്കിൽ, സങ്കടമുണ്ടെങ്കിൽ, ഡിപ്രഷൻ ഉണ്ടെങ്കിൽ, ടെൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ദുആ ചെയ്യണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ. അല്ലാഹുവേ, സങ്കടവും വ്യാകുലതയും ടെൻഷനും പടച്ചവനെ കാക്കണേ, എന്റെ മനസ്സിന് കരുത്തു നൽകണേ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ. എന്നാൽ ചില ആളുകൾക്കെങ്കിലും എന്നെ കൊണ്ടത് ആവുന്നില്ലല്ലോ, എന്നെ ഒന്നിനും പറ്റില്ല, എന്നെ കൊണ്ട് ഒന്നും സാധ്യമല്ല, ഞാൻ ദുർബലയാണ്, ഞാൻ ദുർബലനാണ് എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ദുആ ചെയ്യണേ. വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ. പടച്ചവനെ, മടി വരുന്നത് കാക്കേണമേ. വൽ അജ്സ്, അൽ അജ്സ് വൽ കസൽ, ഒന്നിനും കഴിയാതാവുന്നത്, ദുർബലനാകുന്നത്, ഒന്നിനും കൊള്ളരുതാത്തവനായി കൊള്ളരുതാത്തവളായി മാറുന്നത്, എന്നെ കൊണ്ട് ഒന്നിനും കഴിയുന്നില്ല എന്ന് പറയല്ലേ, അതൊരു എക്സ്ക്യൂസായി കൊണ്ട് നടക്കല്ലേ. ദുആ ചെയ്യണേ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ. കടം വീടാൻ വിധങ്ങൾ പഠിപ്പിച്ച ദുആയാണിത്. അതിന്റെ കൂട്ടത്തിൽ വേറെയും വലിയ വലിയ അസുഖങ്ങൾക്കുള്ള മരുന്നും ഇതുതന്നെയാണ്. വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ. ധൈര്യമില്ല എന്ന് തോന്നുന്നു, ധൈര്യമില്ല, ഭയങ്കര പേടിയാ. ആര് എന്ത് പറഞ്ഞ ഒരു വാഴന്റെ ഇല ആടിയാൽ പേടിക്കും, അങ്ങനെ പേടിച്ച് നടക്കാൻ, എന്ത് പറഞ്ഞാലും പേടി കൊണ്ട് ഉറക്കില്ല. ഇങ്ങനെ നിങ്ങൾക്ക് ഭയപ്പാടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നന്മയുടെ ഒരു വിഷയം പറയുമ്പോ കയ്യിൽ കാശുണ്ടായിരിക്കെ അത് അല്ലാഹുവിനും പള്ളിക്കും വേണ്ടി ചോദിക്കുമ്പോൾ കൊടുക്കാൻ മടി വരുന്നുണ്ടെങ്കിൽ അത് അപകടമാണ്. മക്കള് ലക്ഷങ്ങൾ വിലമതിക്കുന്ന 50ഉം 60ഉം കോടിയും വിലമതിക്കുന്ന കാറുകൾ വാങ്ങിക്കണമെന്ന് മക്കൾ പറഞ്ഞാൽ എടുത്തു കൊടുക്കുന്ന
കാർഡ് സ്വൈപ്പ് ചെയ്യാൻ കൊടുക്കുന്ന, ചെക്ക് എഴുതി കൊടുക്കുന്ന വാപ്പമാർ. ഇവിടെ മദ്രസക്ക് ഒരു റൂം വേണേ, 5 ലക്ഷം മതിയാവും അതിന്. 60-70 ലക്ഷം മക്കൾക്ക് വേണ്ടി അവർ ചോദിക്കുന്നത് എടുത്തു കൊടുക്കുന്ന വാപ്പമാരിൽ അള്ളാഹുവിന്റെ ദീനിന് തരണേ എന്ന് ചോദിച്ചാൽ 50 നടത്തം പള്ളി കമ്മിറ്റിക്കാരെ നടത്തിക്കുന്ന മുതലാളിമാർ. എന്തിന്? 5 ലക്ഷം ഔദാര്യം വാങ്ങിക്കുന്ന പോലെ. അത് ബുഖലാണ്, പിശുക്ക് എന്നതിന്റെ പേര്. ദുആ ചെയ്യണം, അല്ലാഹുവേ പടച്ചവനെ പേടിയും ഭീരുത്വവും വരുന്നതിൽ നിന്ന് കാക്കേണമേ. വെറുതെ പേടിയാവാ, ഭയം തോന്നുന്നത്, വൽ ബുഖൽ പിശുക്ക് തോന്നുന്നത്. ഒരു നല്ല കാര്യം കേട്ടാലും അതിപ്പോ വേണ്ട, പിന്നെ അതിപ്പോ തരൂല, പിന്നെ തരാം. അല്ലെങ്കിൽ 1000 കൊടുക്കാൻ കഴിയുന്നവൻ 100 കൊടുക്കുന്നുള്ളൂ. അവനെ കൊണ്ട് സാധ്യമാണ്, നന്മയാണെന്നറിയാം, ബോധ്യപ്പെട്ടിട്ടും ഇത് നന്മ ചെയ്യാൻ കഴിയാതെ പോകുന്നത്, ഇതിന്റെ പേരാണ് പിശുക്ക്, ബുഖ്ല് എന്ന് പറയുന്നത്. പിശുക്കുള്ള ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് വിശുദ്ധ ഖുർആൻ. പിശുക്ക് ആർക്കാണോ സംരക്ഷിക്കപ്പെടുന്നത്, പിശുക്കില്ലാതെയാവുന്നത്, പിശുക്കിനെ ആരാണോ നിയന്ത്രിക്കുന്നത്, അവരാണ് വിജയിച്ചവർ. ഫൗലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അല്ലാഹുവിനോട് ദുആ ചെയ്യണം, വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ. പിന്നെ പറഞ്ഞതാണ് കടം വിടാനുള്ളത്, വഅഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വഖഹ്റിർ റിജാൽ. അല്ലാഹുവേ ആളുകൾ വന്ന് ഉപദ്രവിക്കുന്നത് അങ്ങനെയാണ്. മുസ്ലിംമാർക്ക് പൈസയുടെ കാശിന്റെ ഇടപാട് വല്ലതുണ്ടെങ്കിൽ ഭയങ്കര വിഷയമാണ്. ചീത്ത വിളിക്കും, പരിഹസിക്കും, ദുൽമ ചെയ്യും, വേണ്ട വിധത്തിലൊക്കെ ഉപദ്രവിക്കും. അവർക്ക് വേണ്ടത് കാശാണ്. മറ്റേ ആൾ ജീവിച്ചാലും മരിച്ചാലും കുഴപ്പമില്ല, എനിക്ക് എൻ്റെ കാശ് കിട്ടിയാൽ മതി. എന്താണ് അവിടെ സംഭവിച്ചത്, എന്താണ് അവിടെ യഥാർത്ഥത്തിൽ ഉണ്ടായത്, എന്തേ അതിൻ്റെ കാരണം, എന്ത് സംഭവിച്ചിട്ടാണ് ഇങ്ങനെ ആയിപ്പോയത് എന്നൊന്നും ചിന്തിക്കാൻ ആർക്കും നേരമില്ല, ആരും അത് ആഗ്രഹിക്കുന്നില്ല. അല്ലാഹുവിനോട് ദുആ ചെയ്യ, പടച്ചവനെ ഇത്തരം ബുദ്ധിയില്ലാത്തവരുടെ ഇടപെടലിൽ നിന്ന് നീ കാക്കേണമേ. അതാണ് വഅഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വഖഹ്റിർ റിജാൽ.